നിങ്ങളുടെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലോകകപ്പ് ഓർമ്മ എന്താണ്? ഒരു കൂട്ടർക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയും മറ്റൊരു കൂട്ടരെ ഹീറോകളുമാകുന്ന സവിശേഷ വേദിയാണ് ഈ കാൽപന്ത് കളിയുടെ വിശ്വമാമാങ്കം. ഇന്നലെ നടന്ന DR കോങ്കോ ഇംഗ്ലണ്ട് മത്സരം അത്തരത്തിലൊരു മികച്ച ഫുട്ബോൾ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഓർമ്മയായിരുന്നു. അതിൽ നല്ല ഒന്നാന്തരം ഫൈറ്റ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, അണ്ടർ ഡോഗുകൾ സമ്മാനിച്ച നിരവധി ത്രില്ലിംഗ് മൊമെന്റുകളുണ്ട്. ഒടുക്കം ഏറ്റവും അവസാനം നായകന്റെ അനിവാര്യമായ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന നിരവധി മുഖങ്ങളുടെ സന്തോഷം നിറഞ്ഞ ചിരിയോടെയാണ് ആ മാച്ച് അവസാനിച്ചത്. അതെ, അബ്സല്യൂട്ട് സിനിമയിലൊരു ഫുട്ബോൾ മത്സരം. ഒരു നോക്കൌട്ട് മത്സരം അതിന്റെ ആരംഭ ദശയിൽ തന്നെ ഇത്രയും ത്രില്ലടിപ്പിക്കുന്നു സംശയമാണ്. അരനൂറ്റാണ്ടിന് ശേഷം ലോകകപ്പിലേക്ക് തിരിച്ചെത്തിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന DR കോങ്കോയുടെ പോരാട്ട വീര്യമായിരുന്നു ഈ മത്സരത്തെ ഏറെ ത്രില്ലിംഗ് ആക്കി മാറ്റിയത്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ നോക്കൌട്ട് മത്സരമാണ് അറ്റ്ലാന്റയിൽ അവരെ കാത്തിരുന്നത്. എന്നാൽ കരുത്തരായ ഇംഗ്ലീഷ് പടയെ ഭൂരിഭാഗം സമയം വിറപ്പിച്ചു നിർത്തിയ ശേഷം അവസാന നിമിഷങ്ങളിൽ അടിപതറിയെങ്കിലും തലയുയർത്തി തന്നെയാണ് ആ രാജ്യം അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നിന്നും മടങ്ങിയത്. 1974 ലോകകപ്പിൽ സയർ എന്ന പേരിൽ ബെൽജിയത്തിന്റെ കോളനി ആയിരുന്ന ഈ രാജ്യം ബെൽജിയൻ കോങ്കോ, കോങ്കോ കിൻഷാസ തുടങ്ങിയ പേരുകളിലും ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പൂർണ്ണമായും സ്വതന്ത്രമായ ശേഷം ഇതാദ്യമായാണ് ലോകകപ്പിലെത്തുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ കരുത്തരായ പോർച്ചുഗലിനെ വിറപ്പിച്ച് അവർ കയ്യടി നേടിയിരുന്നു. ഇംഗ്ലണ്ടിനെ പോലെ അതിവേഗ ഫുട്ബോൾ കളിക്കുന്ന രാജ്യത്തിനെതിരെ കോങ്കോ പുറത്തെടുത്ത ഡിഫൻസീവ് ക്വാളിറ്റിയും ഹൈ പ്രസിംഗ് എബിലിറ്റിയും കൗണ്ടർ അറ്റാക്കിംഗ് പാഠവും ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇംഗ്ലീഷുകാരുടെ ഫാസ്റ്റ് ഫുട്ബോളിനെ മേക്കരുത്തും അതിന് വെല്ലുന്ന സംഘബലവും കൊണ്ട് കീഴ്പ്പെടുത്താൻ ആദ്യ പകുതിയിൽ കോങ്കോയുടെ പോരാളികൾ വിജയിക്കുന്നതാണ് കണ്ടത്. മത്സരത്തിന്റെ ഗതിക്കെതിരായി ആദ്യം വലകുലുക്കിയതും DR കോങ്കോ തന്നെയായിരുന്നു. ബ്രയാൻ സിപ്പങ്കയിലൂടെ ഇംഗ്ലീഷ് ഗോൾ വല കുലുക്കുമ്പോൾ ലോകം വെട്ടിപ്പിടിച്ച പ്രതീതിയായിരുന്നു താരങ്ങളുടെ മുഖത്ത്. സിപ്പങ്കയുടെ അക്രോബാറ്റിക് സെലിബ്രേഷനിൽ പോലും ആ ത്രില്ല് നമുക്ക് ദൃശ്യമായിരുന്നു. ലോക ഫുട്ബോളിന് മുറ്റത്തേക്ക് കസേര വലിച്ചിട്ടിരിക്കാൻ ഒരു ടീം കൂടി വന്നിരിക്കുന്നുവെന്ന വിളംബരം പോലെ തോന്നിച്ചു ടീമിന്റെ ആകെ സെലിബ്രേഷൻ. ഹാരി കെയ്ന്റെ ആ 2 ഗോളുകൾ ഇല്ലായിരുന്നെങ്കിൽ അവർ മറ്റൊരു ചരിത്രം രചിച്ചേനെ. ആഫ്രിക്കൻ വമ്പന്മാർ 7-ാം മിനിറ്റിൽ ഏൽപ്പിച്ച ആ വലിയ ചോക്കിൽ നിന്ന് ഇംഗ്ലീഷ് പട മോചിതരാകാൻ രണ്ടാം പകുതി തുടങ്ങി പിന്നെയും 25 മിനിറ്റ് കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഇതിനിടയിലും ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും റാഷ്ഫോർഡും ഒക്കെ ഗോൾ നേടുന്നതിന് അടുത്തുവരെ എത്തിയതാണ്. എന്നാൽ ഭാഗ്യവും അതിനേക്കാളുപരിയായി കോങ്കോ ഗോളി ലയണൽ എംബാസിയുടെ മിന്നൽ സേവുകളുമാണ് ടീമിനെ രക്ഷിച്ചത്. എന്നാൽ അമിത പ്രതിരോധത്തിലേക്ക് വലിയാതെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ കോങ്കോ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതോടെ ഇംഗ്ലണ്ട് പ്രതിരോധം ആടിയുലഞ്ഞു. മത്സരം അല്പം പരുക്കനുമായി. ബെല്ലിംഗ്ഹാമും കോങ്കോയുടെ നോവ സാദിഖയും മഞ്ഞക്കാട് വാങ്ങി. 28-ാം മിനിറ്റിൽ എസ്രി കോൺസയും 30-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമും ഗോളിന് അടുത്തുവരെ എത്തി. കോങ്കോ ഗോളി ലയണൽ എംബാസിയുടെ തകർപ്പൻ സേവുകളാണ് ടീമിനെ രക്ഷിച്ചത്. പിന്നെയും തുടരെ ഇംഗ്ലീഷ് മുന്നേറ്റങ്ങൾ ഉണ്ടായി. ഹാരി കെയ്നും റാഷ്ഫോർഡും സമനില ഗോൾ അടിക്കുമെന്ന് ഉറപ്പിച്ച നിമിഷങ്ങൾ. പക്ഷേ കോങ്കോ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 42-ാം മിനിറ്റിൽ കോങ്കോ 2-ാം ഗോൾ നേടുമെന്ന് തോന്നിച്ചു. പക്ഷേ യോനെ വിസിയുടെ ഷോട്ട് പോസ്റ്റിൽ ഇടിച്ചു മടങ്ങി. 45-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ തകർപ്പൻ ഹെഡർ കോങ്കോ ഗോളി ഒറ്റ കൈകൊണ്ടാണ് തടുത്തിട്ടത്. ആദ്യ പകുതി 1-0 കോങ്കോ മുന്നിട്ട് നിന്നു. പ്രതിരോധത്തിലേക്ക് വലിഞ്ഞാൽ തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാമെന്ന് കരുതി ആക്രമിച്ചു തന്നെയാണ് 2-ാം പകുതിയിലും കോങ്കോ കളിച്ചത്. 2-ാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലീഷ് ബോക്സിലേക്ക് കോങ്കോ വിംഗർമാർ കയറി ഇറങ്ങി. ഇടതു വിങ്ങിലൂടെയായിരുന്നു കൂടുതലും മുന്നേറ്റങ്ങൾ. അത് പ്രതിരോധിക്കാൻ തുഷേലും സംഘവും നന്നായി ബുദ്ധിമുട്ടി. ആന്റണി ഗോർഡനെയും ബുക്കായോ സാക്കയെയും തുഷേൽ കളത്തിലിറക്കി നിരന്തരം ആക്രമിച്ചു കളിച്ചു. ഒടുക്കം ഇംഗ്ലണ്ടിനെ തിരിച്ചടിയെത്തി. 75-ാം മിനിറ്റിൽ ഹാരി കെയ്ൻ കിടിലൻ ഹെഡറിലൂടെ ഗോൾ മടക്കി. സ്കോർ 1-1. അവിടെയും തീർന്നില്ല. ആക്രമണം തുടർന്ന ഇംഗ്ലണ്ട് പിന്നെയും കോങ്കോ പ്രതിരോധത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടേയിരുന്നു. പിന്നാലെ 2-ാം ഗോളും എത്തി. 86-ാം മിനിറ്റിൽ ഉഗ്രൻ ഷോട്ടിലൂടെ കെയ്ൻ ഇംഗ്ലണ്ടിന് മുന്നിലെത്തിച്ചു. ബോക്സിനുള്ളിൽ നിന്ന് പോസ്റ്റോ ഗോളിയെയോ നോക്കാതെ നിമിഷ നേരം കൊണ്ട് ഷോട്ട് ഉതിർത്തു. ഒരു ക്ലിനിക്കൽ ഫിനിഷറുടെ മാസ്റ്റർ പീസ് ഗോൾ. അതോടെ ഇംഗ്ലീഷ് പട 2-1 മുന്നിൽ. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോഴും കോങ്കോ താരങ്ങൾ തലയുയർത്തി തന്നെയാണ് കളം വിട്ടത്. 1966-ലെ ലോകകപ്പ് ഫൈനലിന് ശേഷം ആദ്യമായി ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിലായിരുന്ന ഇംഗ്ലണ്ട് ടീമിന്റെ ഈ തിരിച്ചുവരവ്
തന്റെ ടീമിനുള്ളിൽ വളർന്നു വരുന്ന മികച്ച ക്യാരക്ടറിനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് ഇംഗ്ലീഷ് കോച്ച് തോമസ് ടുഷൽ പറയുന്നു. ഹാരി കെയ്നും സംഘവും ഇനി മെക്സിക്കോ സിറ്റിയിലേക്കാണ് പറക്കുക. അവിടെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ ആതിഥേയരായ മെക്സിക്കോയാണ് അവർക്ക് നേരിടേണ്ടത്. അതും ഒരു വമ്പൻ പോരാട്ടം തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്.